എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതിന് വേണ്ടുന്ന സാധനം എന്തെല്ലാം നോക്കാം. 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഞാൻ. 3 കപ്പ് മൈദൻ്റെ കൂടെ പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൈദേനേക്കാളും കുറച്ച് കട്ടിയുള്ള മാവായിട്ട് കുഴച്ചെടുക്കണം. അതാ കുറച്ച് പ്രയാസമുള്ള കാര്യമുള്ളൂ. ഇത് വന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ, എന്നിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ചുകൂടി നല്ലൊരു ടൈറ്റ് ഡോ ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ബട്ടറോ സൺഫ്ലവർ ഓയിലോ എന്തായാലും മതി. അതൊരു ഭാഗത്തിരിക്കട്ടെ. അത് ഒരു അരമണിക്കൂർ നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളൊരു 6 തക്കാളി ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് തോല് മാത്രമേ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 4 5 ഞാനിപ്പോൾ 6 മുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയ, എരിവ് കുറവായതുകൊണ്ട് ഞാൻ 6 മുളക് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അത് തിളച്ചിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പച്ചക്കറിയെല്ലാം ഒന്ന് മുറിച്ചിട്ടെടുക്കട്ടെ. അത് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നേരം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഈ തോല് എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും. ഇതെടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. മുളകിലുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, ടീസ്പൂണോ എത്രയായാലും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനീഗറും, വൈറ്റ് വിനീഗറും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ കണ്ട, ഇതുപോലെ ഇതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊരു 7 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അത് അരിഞ്ഞ് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ഇടാം. എന്നിട്ട് അതൊന്ന് നല്ലോണം വാടിയാൽ അതിലേക്ക് നമ്മൾ ഈ മസാല അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അത് ഇറക്കി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 450 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സ്പ്രിങ് ഓണിയനാണ് ചേർക്കുന്നത്. സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തത് ഒരു അര കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു അര കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു അര കപ്പ് ക്യാപ്സിക്കം, അര കപ്പ് ക്യാബേജ്, പിന്നെ ഒരു 1/4 കപ്പ് കൊറിയാൻഡർ. അതിൻ്റെ തണ്ടു എല്ലാം കൂടിയാണ്, മല്ലീൻ്റെ തണ്ടു എല്ലാം കൂടി കടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. അത് എല്ലാം കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 2 ടീസ്പൂൺ ചേർക്കാവേ എരിവിനനുസരിച്ച്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മോശമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്നും കൂടി ചേർക്കാറുണ്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതെന്നോട് ആദ്യം ഇടാൻ മറന്നുപോയി, സോറി കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു
1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇത് ചേർക്കണം, എന്നാലാ കുറച്ചൊരു ജ്യൂസി ആയിട്ടുണ്ടാവുള്ളൂ. വെള്ളം പിന്നെ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിപ്പോവും, ഈ ഫില്ലിങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇനിയിപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ മൈദ കുഴച്ച് വെച്ചത് എന്തായി നോക്കാം. നല്ല നല്ല ഡോ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ആദ്യം വെക്കുമ്പോൾ ഇത്ര സോഫ്റ്റ് അല്ലേനും, മൈദ അല്ലേ വേഗം ഒന്ന് വലിഞ്ഞ് വരും. എന്നിട്ട് നമുക്കൊരു വലിയൊരു ഉരുളയാക്കി എടുത്തിട്ട് ടേബിൾ ടോപ്പിൽ വെച്ചാലാ സൗകര്യം. എന്നിട്ട് കുറച്ച് പൊടി മേലെ തൂവി കൊടുത്തിട്ട് നല്ലോണം ഷേപ്പൊന്നും വേണ്ട, എങ്ങനെ വേണമെങ്കിലും പരത്താം. ഞാനെങ്ങനെയാണ് ചെയ്യുക, ചെറുതാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ, കഴിവുള്ളവർക്ക് അങ്ങനെ ചെയ്യുക. എനിക്കത് അറിഞ്ഞുകൂടാ. ഞാനതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എളുപ്പപ്പണിയാണ് നോക്കുക. എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി, നിങ്ങളടുത്ത് കുക്കി കട്ടറിലുണ്ടെങ്കിൽ അത് വെച്ച് മുറിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ല, ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഓരോ വട്ടത്തിലാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അമർത്തുക, പിന്നെ ഒന്ന് മടക്കി ഒന്ന് അമർത്തുക, പിന്നെ ഒന്ന് മടക്കി അതും അമർത്തുക, പിന്നെ ഒന്ന് മടക്കി അതും അമർത്തുക, ഒന്നും കൂടി അങ്ങനെ തന്നെ. എന്നിട്ട് ഇതെല്ലാം കൂടി അപ്പുറത്തുനിന്ന് എടുത്തിട്ട് നല്ലോണം അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കുറച്ചൊരു ചില പണിയാണ്, ഒന്നും വിചാരിക്കണ്ട, നമുക്ക് ടേസ്റ്റ് തിന്നേനല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വേറൊരു ഷേപ്പും കൂടി ഉണ്ട്, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മൊത്തത്തിലെല്ലാം കൂടി അങ്ങ് ഒട്ടിച്ച് കളയും. ഇതുപോലെ എല്ലാം ഒട്ടിച്ചിട്ട് ഇത് വേഗം കഴിയും കണ്ടോ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൂട്ടി അങ്ങ് ഒട്ടിച്ച് കളയും, കഴിഞ്ഞു. ഇതാ കണ്ട, നല്ലൊരു പനിനീർ പൂമൊട്ട് പോലെയില്ലേ. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ തട്ടിന് നമ്മൾ കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഇനി ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 20 മിനിറ്റ് വേവിക്കണം. 20 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് ഈ ഉള്ളിലുള്ള ചിക്കനെല്ലാം നല്ലോണം വെന്ത് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അത് 20 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള മോമോസ് റെഡി കണ്ടോ. അതിൻ്റെ ഉള്ളിൽ പച്ച നിറം കാണുന്നില്ലേ, ആ മല്ലിയിലയും ഇതെല്ലാം ഇട്ടത്, അതിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ടാകും കാണാനും. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ തിന്നാനെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.